ഈ സ്ത്രീ വിഷയങ്ങൾ വരുമ്പോൾ അതിവൈകാരികത സ്വാഭാവികമാണ്. അതിനെ കുറ്റം പറയുകയല്ല, പക്ഷെ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. പറഞ്ഞു വരുന്നത് ആശാ വർക്കർമാരുടെ സമരം തന്നെയാണ്. ആ ഒരു സമരത്തിൻ്റെ അടുത്ത ഘട്ടം 60 ദിവസം പിന്നിട്ട സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്നലെ കടന്നു. അപ്പോൾ എന്താണ് അവസാനം? പൗരസാഗരം, ഒരു പുതിയ പ്രയോഗങ്ങളുടെ പേരുകൾ, നല്ല മനോഹരമായ പേരാണ്. പൗരസാഗരം ഇന്നലെ സമരപ്പന്തലിലും ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലും ഒക്കെ സംസ്ഥാനത്ത് ഇന്നലെ ആചരിച്ചു, അല്ലെ നടത്തി. അപ്പം അത് ഉദ്ഘാടനം ചെയ്തത് ഖദീജ മുംതാസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ തുടങ്ങുന്നു അതിവൈകാരികത. സ്ത്രീ വിഷയമാവുമ്പോൾ അതിവൈകാരികത ഇത്തിരി കൂടിക്കൂടി വരും, സ്വാഭാവികം. പക്ഷെ അതിനെ വിലയിരുത്താനും നമുക്കൊരു വൈകാരികത ഇല്ലാതെ, ഒരു വലിയ ഇതില്ലാതെ സമചിത്തതയോടെ നമ്മൾക്കതിനെ വിലയിരുത്താനും സാധിക്കണം ഒരു സമൂഹത്തിന്. അപ്പം എന്താണ് ഖദീജ മുംതാസ് പറഞ്ഞത് ഉദ്ഘാടന പ്രസംഗത്തിൽ? കോവിഡ് കാലത്ത് കാടും കുന്നും കയറിയിറങ്ങി പ്രവർത്തിച്ചവരാണ് ആശാമാർ. ഇതിനുള്ള ഒരു മറുപടി ആദ്യമേ പറയട്ടെ. എൻ്റെ വീടിനടുത്ത് ഒരു 1/4 കിലോമീറ്റർ അപ്പുറത്ത് ഈ കോവിഡ് കാലത്ത് ഒരു വീട്ടിൽ 90 വയസ്സുള്ള അമ്മയും 60ഓളം വയസ്സുള്ള മകളും മാത്രം താമസിക്കുന്ന വീട്. ഭർത്താവില്ല, മക്കള് പുറത്ത് ജോലി ചെയ്യുന്നു. ഇവർക്ക് കോവിഡ് ബാധിച്ച അമ്മയ്ക്കും മകൾക്കും 1 മാസത്തിലധികം വീട് അടച്ചിട്ടിട്ട് വീട്ടിനകത്ത് കഴിയുകയാണ്. ഒരൊറ്റ ആശാ വർക്കർമാരും അവിടെ പോയിട്ടില്ല. തെളിവുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും തർക്കിക്കാനുണ്ടെങ്കിൽ തരാം, ഡീറ്റെയിൽസ് തരാം. ഒരൊറ്റ ആശാ വർക്കർമാരും അവിടെ പോയിട്ടില്ല. ഒരു കുന്നും ഒരു കാടും കയറി പോയിട്ടില്ല. ആശാ വർക്കർമാർ അപൂർവം ചിലർ പോയിട്ടുണ്ടാവും. പക്ഷേ അക്കാലത്ത് ചെയ്തത് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കും. കോവിഡ് വന്നോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഫോൺ വിളിച്ചിട്ട് വിവരശേഖരണം നടത്തി ആശാ വർക്കർമാർ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതേസമയം ഫീൽഡിൽ പോയി രംഗത്ത് ചെന്ന് പണിയെടുത്തവര് കോവിഡ് കാലത്തും അതിനു മുമ്പ് 2018 പ്രളയകാലത്തും ഇവിടുത്തെ യുവതയാണ്, ചെറുപ്പക്കാർ, തൊഴിലാളികൾ, DYFI അടക്കമുള്ള യുവജന സംഘടനകളുടെ സന്നദ്ധ ഭടന്മാര് ധൈര്യം സംഭരിച്ച് എന്തും വന്നോട്ടെ, കോവിഡ് വരട്ടെ എന്ന് പറഞ്ഞ് കോവിഡ് ബാധിച്ച വീടുകളിൽ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടുത്തെ യുവതയാണ്, ചെറുപ്പക്കാരാണ്, തൊഴിലാളികളാണ്, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ. കോവിഡ് കാലത്തും പ്രളയകാലത്തും ആശാ വർക്കർമാർ ബഹുഭൂരിപക്ഷവും വീട്ടിൽ ഇരുന്ന് ഫോൺ വിളിച്ചിട്ട് മറ്റേ കോവിഡ് ബാധിച്ച വീടുകളിൽ വിളിച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്തു, വിവരങ്ങൾ. നല്ലത്. ആ ഡേറ്റ വെച്ചിട്ട് പലരും സന്നദ്ധ ഭടന്മാര് ഫീൽഡിലേക്ക് പോയി, DYFIയുടെ ചെറുപ്പക്കാരുൾപ്പെടെ. അപ്പൊ ഈ അതിവൈകാരികത കൊണ്ട് കുത്തിവെക്കരുത്, തള്ളരുത്. ആശാ വർക്കർമാരെക്കാൾ ആത്മാർത്ഥതയോട് കോവിഡ് കാലത്തും പ്രളയകാലത്തും രംഗത്തിറങ്ങി പ്രവർത്തിച്ച ഒരു പൊതുസമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തെ മറന്നിട്ട്, അവരുടെ സേവനങ്ങളെ മറന്നിട്ട് എല്ലാം അങ്ങോട്ട് കൊണ്ടുവച്ചത്, എല്ലാം ചെയ്തത് ആശാ വർക്കർമാരാണെന്ന് പറഞ്ഞിട്ട് അതിനെ സാമാന്യവൽക്കരിക്കുന്ന ഈ പരിപാടി നിർത്തണം. 26,125 പേരിൽ വെറും 500 പേര് പോലും സമരത്തിനവിടെ ഇല്ല. ഈ സമരത്തെ മഹത്വവൽക്കരിക്കുന്നത് ആരാണ്? അതിന് വലിയ താല്പര്യം എന്താണ്? അതിന് വലിയ അജണ്ട എന്താണ്? വൈകാരികത കുത്തി നിറയ്ക്കുകയാണ്. എല്ലാം ചെയ്ത ആശാ വർക്കർമാരാണ് അത്രേ. ഇത് പറയുമ്പോൾ ഞങ്ങൾ പറയാം, ആശാ വർക്കർമാർ ചെയ്ത സേവനത്തെ കുറച്ച് കാണിച്ചിട്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ ചെയ്ത സേവനങ്ങളെ മാനിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കാൾ ഈ പൊതുസമൂഹത്തിൽ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയവരുണ്ട്, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി. അവരെ മറന്നിട്ട് നിങ്ങളുടെ സമരത്തെ മഹത്വവൽക്കരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് തള്ളരുത്. ഇതിനൊക്കെ ഒരു മര്യാദ, ഒരു ഒതുക്കം വേണം, ഇത്തിരി മര്യാദ വേണം. ഇത് പറയേണ്ടി വരുന്നു, പറയാതെ നിവർത്തിയില്ല. നിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടുത്തെ വിശുദ്ധ മാലാഖമാര്, നിങ്ങൾ മാത്രമല്ല. ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ 8ാം ക്ലാസ്സും ഗുസ്തി മതി യോഗ്യത. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 774 ആശമാർ ജയിച്ചു. പഞ്ചായത്ത് വാർഡുകളിൽ, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ 774 ആശമാർ. ഇവരിൽ 31 പേർ അധ്യക്ഷരായി, പഞ്ചായത്തിന്റെ പ്രസിഡന്റോ അല്ലെ അങ്ങനെയുള്ള പദവികളിൽ. ബാക്കി 123 പേർ ജയിച്ചു വന്ന ഒരു സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായി.
അധ്യക്ഷരായി സ്ത്രീകൾ. അപ്പൊ നിർദ്ദേശം വന്നു, ഒരേ സമയം ഒന്നിലധികം പദവികൾ വഹിക്കാൻ പാടില്ല. അപ്പൊ ഈ സ്ഥാനങ്ങൾ ഒഴിയണം. അതായത് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, പക്ഷേ അധികാര സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് ഈ ആശാവർക്കറുമായിട്ട് ചേരുന്നതല്ല. ആശാവർക്കർമാർ അത് ഒഴിയണം എന്ന് പറഞ്ഞിട്ട് എത്ര പേരൊഴിഞ്ഞു? ഇത്രയും ആശാവർക്കർമാരെ ചേർത്തത് ആരാണ്? അത് വാർഡ് മെമ്പർമാർ കൊടുക്കുന്ന പേര് വെച്ചിട്ടല്ലേ ആയത്? സത്യതല്ലേ? ഇവിടെ PSC വഴിയല്ല പിന്നെ നിയമനവും നടന്നോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടന്നോ? ഒരു നൈപുണ്യ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്കിൽ അടിസ്ഥാനത്തിലാണോ നിയമനം നടത്തിയിട്ടുള്ളത്? ആശാവർക്കർമാര് 8ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ആശാവർക്കർമാര് ഒരു ആരോഗ്യ രംഗത്ത് പോയിട്ട് ഒരു ചികിത്സയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വിപുലീകരിച്ച് കിടത്തി ചികിത്സ വരെയുള്ളിടത്ത് നിന്നും ആരോഗ്യ പ്രവർത്തകരാണ് പോയി ചികിത്സിച്ചിട്ടുള്ളത്. ആശാവർക്കർമാരെ അവർക്ക് വിവരങ്ങൾ കൈമാറുക മാത്രമേ ചെയ്ത്, ഫോൺ വിളിച്ചോ അല്ലാതെയോ വിവരങ്ങൾ ശേഖരിച്ചു കൊടുത്തു. അത് പ്രകാരം ആരോഗ്യ പ്രവർത്തകര് സർക്കാർ PSC വഴി നിയമിച്ച നേഴ്സുമാരുൾപ്പെടെ, അതുപോലെയുള്ള മിഡ് വൈഫ് എന്ന് പറയുന്ന നേഴ്സിന് താഴെയുള്ള മറ്റ് സേവന, പിന്നെ കോമ്പൗണ്ടർ എന്നൊക്കെ പറയുന്ന പോലുള്ള ഈ PSC വഴി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് നൈപുണ്യ വികസനവും നേടി സർക്കാർ ജോലി സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകരാണ് പോയി രോഗബാധിതരെ പിന്നെ പരിപാലിച്ചിട്ടുള്ളത്. അതിനൊരു സപ്പോർട്ട് സ്റ്റാഫ് മാത്രമാണ് ആശാവർക്കർമാര്. അവർക്കൊരു മെഡിക്കൽ ചികിത്സ കൊടുക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ യോഗ്യതയോ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇത്. എന്നിട്ട് ഈ അങ്ങ് പുകഴ്ത്തുകയാണ്. നിങ്ങൾ ചെയ്ത നല്ലതിനെ പറ്റി പറയാ, എല്ലാവരും മാനിക്കും. നിങ്ങൾ മാത്രമാണ് ഈ ഇവിടുത്തെ മാലാഖമാരെന്നുള്ള ആ ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ, അത് ഖദീജ മുംതാസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ വല്ലാണ്ട് തള്ളിമറിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആശാസമരത്തെ നമ്മൾ എതിർക്കുന്നത് നിലപാടുകളാണ്. നിങ്ങൾ ഈ സമരം ചെയ്യേണ്ടത് ഇവിടെ ആയിരുന്നില്ല. അതെവിടെയായിരുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഈ വാലും തല അറിയാതെ വന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യം പ്രശ്നം പഠിക്കണം, എന്താണ് ഇതിന്റെ വിഷയമെന്ന് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ തള്ളുമ്പോൾ നമ്മളത് കേൾക്കണം.